ആളുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു വീട് പണിയുക എന്ന് ആലോചിക്കുമ്പോൾ ആളുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന പ്രശ്നമായിട്ട് ഫൈസലിക്ക് തോന്നിയിട്ടുള്ള എന്താണ്? ഈ മണി ഓറിയന്റഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ്, അതായത് ആ വീടിനോടൊന്നും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന വീടുകളിൽ വരുത്തി വയ്ക്കാൻ നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് സങ്കടമാവും. അവർ പണിത് ഒരിക്കലും നമുക്ക് ഇനി റിപ്പയർ ചെയ്ത് നന്നാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിലൊരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തരംതിരിക്കുക എന്ന് പറയും. അതായത് വാഷ്റൂമിൽ മിക്കവാറും നമ്മുടെ നാട്ടിൽ പണിയുന്ന വീടുകളിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കോൺട്രാക്ടറോ. മിക്കവാറും എഞ്ചിനീയർമാർ തന്നെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളായിരിക്കാം, അവർ തന്നെ അത് ശ്രദ്ധിക്കാതെ ചെയ്തിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോയാലോ ഹോട്ടൽ റൂമിലൊക്കെ പോയാലും വാഷ്റൂമിൽ ഒരു വെറ്റ് ഏരിയ ഉണ്ടാവുകയില്ല. ഒരു ഡ്രോപ്പ് വീണാൽ തന്നെ ഒരു ടിഷ്യൂ കൊണ്ട് തുടച്ച് നീറ്റാക്കിയിരിക്കും. രണ്ടാമത് പോകുന്ന ആളുകൾക്ക് എന്തോരം ബുദ്ധിമുട്ടാണെന്ന് അറിയോ ഈ ഒരു വെറ്റ് ഏരിയ പോകുമ്പോൾ? പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങൾ അനുഭവിക്കുന്ന, അത് മാത്രമല്ല ചെരുപ്പിടാതെ ബാത്റൂമിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ശരിക്കും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ കൃത്യമായിട്ട് ഒരു 2 ഇഞ്ച് താത്തി വെറ്റ് ഏരിയ എന്ന് വെച്ചാൽ വാഷ്റൂമിന്റെ അവസാനം ചെയ്യേണ്ടതാണ് കുളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ഷവർ വെക്കുന്ന ഷവറിന്റെ ഏരിയ. അത് ആദ്യം കൊണ്ടുവയ്ക്കുന്ന, ഇപ്പോഴും കാണാം നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ അത് കാണാൻ പറ്റും. ആദ്യം വാഷ് ബേസിനും പിന്നീട് ഒരു ടോയ്ലറ്റ് ക്ലോസറ്റും പിന്നീടാണ് നമ്മൾ ഈ ഷവർ ഏരിയ വെക്കേണ്ടത്. ഈ ടോയ്ലറ്റ് തന്നെ 2000-3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോസറ്റ് നമുക്ക് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് കിട്ടും. അപ്പോഴും നമുക്ക് ഹൈജീനിക് ആയിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാതെ അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഡിസൈൻ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഇതിന്റെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നീട് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല.